എപ്പോഴും പറയുമായിരുന്നു, നീ എന്തിനാ എല്ലാത്തിനും അമ്മയുടെ കൂടെ പോണത്, നീ തന്നെ പോടാന്ന് പറയുക. ജോൺസൺ മാഷിന്റെ പ്രണയഗാനങ്ങൾ പ്രണയഗാനങ്ങളാണെങ്കിലും അതിലൊരു പാത്തോസ് ഇതിന്റെ ഒരു മൂഡുണ്ടാവും എപ്പോഴും. എല്ലാരും പറയുകയും ചെയ്യും, എന്നിട്ട് ചേട്ടന്റെ പാട്ടുകളൊക്കെ എല്ലാവരും ഇതായിട്ട് തോന്നും എന്ന് പറഞ്ഞിട്ട് പറയും. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ബാബുക്കയുടെ പ്രാണസഖി ഞാൻ വെറും ഒരു പാമരൻ പാട്ടുകാരൻ എന്ന് പറയുന്ന അത് അസാധ്യമായിട്ടുള്ള ഒരു പ്രേമഗാനമാണ്. അതേ ജോണറിൽ വരുന്നതാണ് ഈ പാട്ടും, അതേ ഗണത്തിൽപ്പെടുത്താമെന്ന് നമ്മുടെ മോഹൻ സിത്താര സാറ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ അനുരാഗിണിയെ കുറിച്ച്. അനുരാഗിണി എത്രത്തോളം ഇഷ്ടമാണ് ആ പാട്ട്? അതെ, നല്ല ഇഷ്ടമാണ്. അമ്മ ഇങ്ങനെ ആവർത്തിച്ച് പാട്ട് കേൾക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നോ? എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് കേൾക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ. എനിക്ക് പാട്ട് കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലേക്ക് പോന്നെ പിന്നെ ഞാനും മോളും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തൃശ്ശൂർക്ക് ഞങ്ങൾ പോകുമ്പോ ഇവരുടെ ഇതൊക്കെ ഉള്ളത് അവിടെ തൃശ്ശൂരാണല്ലോ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴും ഞാൻ അവളോട് പറയും, ഇതിൽ ടേപ്പ് റെക്കോർഡർ ഒന്നും വെക്കണ്ട കേട്ടോ, നീ വായ കൊണ്ട് ഇവിടെ അവിടുത്തോളം മോളിരുന്ന് പാടിക്കോളും. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ പാട്ട് അവള് തന്നെ പാടിക്കോപ്പിച്ചോളൂ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു പാട്ട്. ഇടയ്ക്ക് ഷാൻ മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്. അതെ, ഷാനും പാട്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഡാഡി മോളും കൂടിയാണ് എപ്പോഴും അതിനെ കുറിച്ച് ഡിസ്കഷൻ ഒക്കെ നടക്കുന്നത്. ഞാൻ ജനത്തിൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരിക്കുന്ന സമയത്ത് ഷാനെ വിളിച്ച് പാടിപ്പിച്ചിട്ടുണ്ട് ലേഡീസ് കോർണർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ. പൂവച്ചൽ ഖാദറിന് ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്നായിരുന്നു ഈ അനുരാഗിണി. അനുരാഗിണിയും പിന്നെ മന്ദാര ചെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ ആ പാട്ട്. അതെനിക്ക് തോന്നുന്നു നമ്മൾ MG ശ്രീകുമാറിന്റെ പാട്ടുകളുടെ വേറിട്ട പാട്ടുകൾ പറഞ്ഞപ്പോൾ ഈ പാട്ടും ഒരു മന്ദാര ചെപ്പുണ്ടോ, സിബി മലയിലിന്റെ. അതായത് എനിക്ക് തോന്നുന്നു ലാലേട്ടനെ ഏറ്റവും സുന്ദരനായി കണ്ടിട്ടുള്ള പാട്ടുകളിലൊന്ന്. ഞാൻ ഏറ്റവും സുന്ദരനായി കണ്ട പാട്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും പൂട്ടിക്കൊണ്ട് ഈ മന്ദാര ചെപ്പുണ്ടോ സെലക്ട് ചെയ്യും. അതിൽ ആ കസേരയിലൊക്കെ വന്നിരിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മനുഷ്യന് ഇത്രയും നിഷ്കളങ്കനായിട്ടുള്ള ഒരു സുന്ദരനായിട്ട് കണ്ടിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു പാട്ടാണ് മന്ദാര ചെപ്പുണ്ടോ. അതെനിക്ക് തോന്നുന്നു ലോകദാസിന്റെ തിരക്കഥകളിൽ ഒരുപാട് പടങ്ങളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സിബി മലയാൾ സിനിമകളിലൊക്കെ വരുന്നത്. ഒരു പക്ഷെ തനിയാവർത്തനം മുതൽ ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അത് ഭയങ്കര ഒരു കോംബോ ആയിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് അനുരാഗിണി. പ്രഭാതഗീതങ്ങൾ കേൾക്കുമേ തുഷാരമേഘങ്ങൾ കായലിൽ പ്രഭാതഗീതങ്ങൾ കേൾക്കുമേ തുഷാരമേഘങ്ങൾ നിറമേഘം ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ പ്രിയതേ മമ മോഹം നീ അറിഞ്ഞു, മമ മോഹം നീ അറിഞ്ഞു. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഈ പാട്ടിനെ വിലയിരുത്തുമ്പോൾ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ് നമ്മുടെ നേരെ ഇങ്ങനെ നീട്ടും പോലൊരു ഭാവമാണ് ഇതിന് കൊടുത്തിരിക്കുന്നതെന്ന് പല നിരൂപകരും എഴുതി കണ്ടിട്ടുണ്ട്. അത്രയ്ക്കും ഭയങ്കര ഭാവസാന്ദ്രമായ ഒരു പാട്ടാണല്ലേ ഇത്. ഏതോ ജന്മ കൽപ്പനയിലൊക്കെ നമ്മൾ എവർഗ്രീൻ സോങ്സിന്റെ കൂട്ടത്തിൽ എല്ലാവരും എടുക്കുന്ന പാട്ടുകളാണ്. അമ്മ ഏതൊക്കെ പാട്ടായിരിക്കും ശരിക്കും ഇങ്ങനെ ഒരു വെറുതെ ഒരു ഓർഡറിൽ തമാശയ്ക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല എങ്കിലും പറഞ്ഞാൽ ഏതൊക്കെ പാട്ടായിരിക്കും പറയാ? എനിക്ക് എല്ലാ പാട്ടും കേൾക്കുമ്പോ ഇത് നല്ലതെന്നാ ഓരോ പാട്ടിനും തോന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ സെലക്ട് ചെയ്ത് പറയാനായിട്ട്. നമ്മൾ നേരത്തെ പറയുന്ന സമയത്ത് ഭരതൻ സാറിന്റെ ചില സിനിമകളുടെ പാട്ടുകൾ പറഞ്ഞെങ്കിലും പത്മരാജൻ സിനിമകളിലെ പാട്ടുകളെ കുറിച്ച് അമ്മ ഒന്ന് പറയുമോ? എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. അതിൽ പിന്നെ എടുത്തു പറയാനായിട്ട് കൂടെവിടെ പാപ്പട്ടുണ്ടല്ലേ, കൂടെവിടെയല്ല 2 പാട്ടും എനിക്ക് ഇഷ്ടമാണ്. റെക്കോർഡിങ്ങിന് ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ പോയിരുന്നു. 70mm റെക്കോർഡിങ് നടന്നത്. അപ്പോൾ അവിടെ പോയി നേരിൽ കണ്ടതുകൊണ്ട് 40 പീസ് ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്.
ഭയങ്കര റിച്ച് ആയിട്ട് എടുത്ത പാട്ടുകളത്. ആടിവാക്കാറ്റയും പിന്നെ പൊന്നുരുകും പൂക്കാലം. പൊന്നുരുകും പൂക്കാലം പലരുടെയും ലിസ്റ്റിലുള്ള പാട്ടാണ്, ഹിറ്റ് ലിസ്റ്റിലുള്ളൊരു പാട്ടാണ്. ചെല്ലക്കൂറിങ്ങിപ്പൂത്തോ ഇല്ലിക്കാടും പൂവിട്ടോ, ചെല്ലക്കൂറിങ്ങിപ്പൂത്തോ ഇല്ലിക്കാടും പൂവിട്ടോ, ആയിരം വർണ്ണജാലം ആടിപ്പാടും വേളയിൽ ആരോ പാടും താരാട്ടിന്നീണം ഏറ്റുപാടും സ്നേഹദേവദൂതികേ വരൂ നീ വരൂ. ഈ പാട്ടിലെ ആ ക്യാരക്ടറിന്റെ ഒരു ചൈൽഡിഷ്നെസ്സും സാധനങ്ങളും ഒക്കെ ഉണ്ട് റഹ്മാന്റെ ആദ്യത്തെ പടം. അതെ, അപ്പോൾ അത് ശരിക്കും നന്നായി വന്നിട്ടുണ്ടായിരുന്നു ആ വരികളിലൊന്നും ഒക്കെ. KS ഹരിശങ്കർ ഉണ്ടല്ലോ നമ്മുടെ ഗായകൻ, പുള്ളി ഈ പാട്ടിനെ കുറിച്ച് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞങ്ങളൊരു പ്രാവശ്യം ഞാനും ചേട്ടനും ഉണ്ടായിരുന്നു, പിന്നെ സുജാതയും മോഹനും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോ ഈ പാട്ട് സുജാത മുളുക എന്തോ പറഞ്ഞപ്പോഴേക്കും അത് ചേട്ടന്റെ പാട്ടാണെന്ന് പറഞ്ഞപ്പോ സുജാത ചോദിക്കുന്നത് ജോൺസണിന്റെ പാട്ടാണോ ഇത്, ഞാൻ ഓർത്തില്ല, നല്ല പാട്ടാണ്, എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണെന്ന് പറഞ്ഞിട്ട് പറയായിരുന്നു. അതേപോലെ പാർവതിയിലെ ഭരതൻ സാറിന്റെ കുറു നിരയോ എന്നുള്ള പാട്ടില്ലേ, കുറു നിരയോ മഴ മഴ, ആ പാട്ട് ഓർക്കുന്നുണ്ടോ? അത് ശരിക്കും ജോൺസൺ മാഷിന് ഇഷ്ടപ്പെട്ട ഏറ്റവും 10 പാട്ടുകളിൽ ഒന്നായിട്ട് സാറ് പറഞ്ഞിട്ടുള്ള പാട്ടാണ്. അത് കല്യാണത്തിന് മുമ്പുള്ള പാട്ട് പാർവതി. ആദ്യഘട്ടത്തിലെ ഇവരുടെ സിനിമയായിരുന്നു. എനിക്ക് പരിചയമുള്ള ഒരു കൊച്ചാണ്, ഒരു 1.5 വയസ്സായിട്ടില്ല, 1 വയസ്സും കുറച്ച് 1-2 മാസമേ ആയിട്ടുള്ളൂ. ആ കൊച്ചിന്റെ പേര് ലിയാം എന്നാണ്. അവൻ എണീറ്റ ഉടനെ ദേവാങ്കണങ്ങൾ പാട്ട് കേൾക്കണം, അത് മാറ്റിയ ഉടനെ സ്വിച്ച് ഓൺ ചെയ്ത പോലെ കരയും, അതിട്ട ഉടനെ സ്വിച്ച് ഓഫ് ചെയ്യും. കരച്ചിലാണ് അവൻ്റെ. ആ പാട്ട് മാത്രമേ അവൻ എന്തറിഞ്ഞിട്ടാണ് പാട്ടിനെ കുറിച്ച് ഒന്നും അറിയില്ല, എപ്പോഴും ആ പാട്ട് കേൾക്കും. അവിടെ വന്നവരൊക്കെ പറയുമെന്ന് പറഞ്ഞു, ഇതൊരു ഈ പാട്ട് ഞങ്ങൾക്കൊക്കെ കേട്ട് കേട്ടത് മതി. പക്ഷെ ആ കൊച്ച് ഈ പാട്ട് മാത്രമേ കേൾക്കുള്ളൂ. കൊച്ചു മാത്രമല്ല കേട്ടോ, ഞങ്ങളും ഒക്കെ ഇങ്ങനെ തന്നെ ഈ പാട്ടുകളൊക്കെ ആവർത്തിച്ച് കേട്ടോണ്ടിരിക്കും. എത്ര പ്രാവശ്യമാണ് ഒരു ദിവസം ഇട്ടിട്ട്, അത് ആ റിപ്പീറ്റ് മോഡിൽ ഇട്ട് വെച്ചേക്കണേണ് ടേപ്പ് റെക്കോർഡർ. അപ്പൊ അതിങ്ങനെ റിപ്പീറ്റായി ഇതിങ്ങനെ മാറിയ അപ്പൊ അവന് കരച്ചിലാണ്. ഈ പത്മരാജൻ സാറിന്റെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോ പലപ്പോ പാടാതെ വിടണ്ട, കാണാതെ നിന്നിതളായി മറയും മന്മഥനുള്ളിൽ കൊടേറിയ ചന്ദ്രോത്സവമായി പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലിതരൂ മകരനിലാവേ നീ എന്നീഹാരക്കോടി തരൂ. ഒരാളിപ്പോൾ എൻ്റെ അടുത്ത് ആസ് എ സിംഗർ ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ് പവിഴം പോലെ. ഞങ്ങളൊക്കെ പാടുപെടുന്ന പാട്ടാണ് ഇത് പാടാൻ വേണ്ടിയിട്ട്. ഇത് പാടി വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്, അത് തുടങ്ങാൻ ഇതുവരെയ്ക്കും തൊണ്ട അനുവദിച്ചിട്ടില്ല, അതുകൊണ്ട് പാടാൻ പറ്റിയിട്ടില്ല. അതുപോലെ പാടാൻ പറ്റില്ല, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകൾ ഒരു പാട്ട്.